ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവൻ രാജും മഞ്ചാടിയും അമ്പലത്തിലുള്ള വിവരം അറിഞ്ഞ് ദാസാറും വിനയനും ശബരിയും അനുപമയും കൂടി അമ്പലത്തിലെത്താൻ കേട്ടോ. അങ്ങനെ കാറിൽ നിന്നും അവരിറങ്ങുന്ന സമയത്താണ് അവിടെ അനന്തമാഷ് നിൽക്കുന്നത് കാണുന്നത്. അങ്ങനെ വിനയൻ പറയണേ, കാറിൽ നിന്നും ഇറങ്ങാൻ വരട്ടെ, അച്ഛനതാ അവിടെ നിൽക്കുന്നുണ്ട് എന്ന് പറയാട്ടോ. അങ്ങനെ അച്ഛൻ പോകുന്നത് വരെ അവർ കാറിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ മാഷ് അമ്പലത്തിലെ കമ്മിറ്റിക്കാരോടൊക്കെ സംസാരിച്ച ശേഷം കാറിൽ കയറി പോയ ശേഷമാണ് വിനയനും ശബരിയും ദാസാറും അനുപമയും അമ്പലത്തിലേക്ക് കയറുന്നു കേട്ടോ. അപ്പോഴത്തേക്കും മുരുകൻ മഞ്ചാടിയുടെയും ജീവൻ രാജിന്റെയും പേരൊക്കെ കൊടുത്ത ശേഷം അമ്പലത്തിൽ റെസീറ്റും കാര്യങ്ങളും വാങ്ങാൻ വേണ്ടി നിൽക്കാൻ കേട്ടോ. വിവാഹം നടത്താനുള്ള റെസീറ്റും കാര്യങ്ങളൊക്കെ മുരുകൻ കൊടുത്ത ശേഷം നേരെ മഞ്ചാടിയുടെയും ജീവൻ രാജിന്റെയും അടുത്തേക്ക് ചെല്ലുക കേട്ടോ. എന്നിട്ട് പറയാണ്, ആസിഫ് വരുന്നത് കാത്തു നിൽക്കണ്ട, ആസിഫ് വരുമ്പോഴത്തേക്കും നേരം വഴുകും, അതിന്റെ മുന്നേ എത്രയും പെട്ടെന്ന് ഇവിടുത്തെ ചടങ്ങനുസരിച്ച് നിങ്ങൾ തമ്മിലുള്ള പൂജ ചെയ്ത മാല പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം എന്ന് പറയട്ടോ. അപ്പോൾ ജീവൻ ചോദിക്കുന്നുണ്ട്, എന്താ മുരുക ഇത്ര വെപ്രാളപ്പെട്ട് ചെയ്യുന്നത്, ആസിഫ് വരുന്നത് വരെ കാക്കണ്ടേ, താലി അവനല്ലേ കൊണ്ടുവരാ എന്ന് പറയുമ്പോൾ ആസിഫിനെ ഒന്നും കാക്കണ്ട, ഞങ്ങളിപ്പോൾ ഫോൺ വിളിച്ചിട്ടൊന്നും ആസിഫിനെ കിട്ടുന്നില്ല, നിങ്ങൾ ആദ്യം ഈ ചടങ്ങ് നടത്താൻ നോക്ക് എന്ന് പറയട്ടോ. അപ്പോൾ എന്താ മുരുക, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പിന്നെ പറയാം, ആദ്യം നിങ്ങൾ മാല പരസ്പരം ഇടാൻ നോക്ക് എന്ന് പറയട്ടോ. അപ്പോൾ മുരുകൻ പറയുന്നുണ്ട് കൂടെയുള്ള ആളോട്, ഇവർ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇടുമ്പോൾ നീ ഫോട്ടോ എടുക്കണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ ജീവൻ രാജും മഞ്ചാടിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ട് കൊടുക്കുകയാണ്. അപ്പോഴത്തേക്കും വിനയനും അനുപമയും ശബരിയും ദാസാറും കൂടി അവിടെയൊക്കെ തെരഞ്ഞു നടക്കുകയാണ് കേട്ടോ അമ്പലത്തിൽ. അപ്പോഴാണ് പെട്ടെന്ന് അനുപമ ഇക്കാര്യം കാണുന്നത്. അപ്പോൾ ദേ നോക്ക്, മഞ്ചാടി അതാ നിൽക്കുന്നു എന്ന് പറയട്ടോ. അപ്പോഴത്തേക്കും അവരെത്തുമ്പോഴത്തേക്കും ഇവരുടെ മാല ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ മഞ്ചാടി പെട്ടെന്ന് അനുപമയെ കാണുമ്പോൾ ജീവ അങ്ങോട്ട് നോക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അനുപമയെയും വിനയനെയും ശബരിയെയും ദാസാറിനെയും കാണുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്ക്, അവരുടെ കയ്യിൽ ഒരിക്കലും നിങ്ങൾ പെടരുത് എന്ന് പറഞ്ഞ് മുരുകൻ ജീവൻ രാജിനെയും മഞ്ചാടി അവിടെ നിന്ന് പോവാൻ പറയട്ടോ. എന്നിട്ട് നമ്മുടെ തോണി അവിടെ തന്നെ കരക്കടുപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അതിൽ കയറി പെട്ടെന്ന് ഇവിടെ നിന്ന് പോവണം എന്ന് പറയാണ്. അങ്ങനെ മുരുകനും മുരുകൻ്റെ കൂടെ ഉള്ളവരും കൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്ന സമയത്ത് വിനയൻ്റെ കയ്യിൽ അവർ പെടുകയാണ് കേട്ടോ. വിനയൻ്റെയും ദാസാറിൻ്റെയും കയ്യിൽ പെടുകയാണ്. എന്നിട്ട് അവരെ പിടിച്ചു നിർത്തോണ്ട് പറയാണ്, നിങ്ങൾ ആരാണ്, എന്തിനാണ് ഇവരുടെ വിവാഹം നടത്തി കൊടുത്തത്, നിങ്ങൾ ഇപ്പം തന്നെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് പറഞ്ഞ് അവരെ കയ്യിലുള്ള ഫോണൊക്കെ വിനയൻ വാങ്ങുക കേട്ടോ. അപ്പോഴൊക്കെ മുരുകനും കൂടെയുള്ളവനും കൂടി അവിടെ നിന്ന് പോകാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ തടഞ്ഞു നിർത്തുന്നത്, നിങ്ങൾക്ക് ഞങ്ങളെ തടഞ്ഞു നിർത്തിയിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയാണ്. അങ്ങനെ മുരുകൻ്റെ ഒപ്പമുള്ളവൻ്റെ കയ്യിലെ ഫോണ് വിനയൻ വാങ്ങിയപ്പോൾ അവൻ തന്നെ അത് തട്ടിപ്പറിച്ച് തിരിച്ചു വിനയൻ്റെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ കേട്ടോ. എന്നിട്ട് രണ്ടുപേരും അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. അപ്പോൾ വിനയനും ദാസാറിനും അവരെ പിടിക്കാൻ കഴിയുന്നില്ല. അപ്പോഴത്തേക്കും ശബരിയും അനുപമയും കൂടി മഞ്ചാടിയുടെയും ജീവൻ രാജിൻ്റെയും പുറകെ ഓടി ചെല്ലുന്നുണ്ട്. പക്ഷേ അവർ അപ്പോഴത്തേക്കും തോണിയിൽ കയറി അവർ രക്ഷപ്പെടുക കേട്ടോ. അങ്ങനെ അനുപമ അവിടെ ഇരുന്നുകൊണ്ട് കരയുകയാണ്. മഞ്ചാടി ഒന്ന് നിൽക്ക് എന്ന് പറഞ്ഞ് അനുപമ കുറേ വിളിക്കുന്നുണ്ടെങ്കിലും മഞ്ചാടി തിരിഞ്ഞു പോലും നോക്കാതെ ഓടിപ്പോവാണ്. അങ്ങനെ അനുപമ ആ കടവോരത്ത് തന്നെ ഇരുന്ന് പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും വിനയനും ദാസാറും കൂടി അവിടേക്ക് വരികയാണ്. എന്നിട്ട് എവിടെ മഞ്ചാടി എവിടെ എന്ന് വിനയൻ ചോദിക്കുമ്പോൾ അവൾ ആ തോണിയിൽ കയറിപ്പോയി, അവൾ രക്ഷപ്പെട്ടു എന്ന് പറയട്ടോ. ദാസാറ് അനുപമയോട് ചോദിക്കുകയാണ്, അപ്പോൾ അവൾ നീ വിളിച്ചിട്ട് നിന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അങ്കിൾ. അനുപമ പൊട്ടിക്കരഞ്ഞോട്ട് പറയാണ്, അച്ഛനും നമ്മളെല്ലാവരും ഇവിടെ ഉള്ളപ്പോൾ തന്നെ അവൻ അവളുടെ കഴുത്തിൽ മാലയിട്ട ശേഷം കൊണ്ടുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ അനുപമ കരയുന്നത്. എന്നിട്ട് അവർ അവിടുത്തെ പൂജാരിയെ കണ്ട് സംസാരിക്കുകയാണ്. ഇവിടുത്തെ ചടങ്ങ് പ്രകാരം തന്നെയാണോ അവർ വിവാഹം കഴിച്ചത് എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മാല പൂജിച്ചിട്ടേ ഉള്ളൂ, താലി കെട്ടിയിട്ടില്ല എന്ന് പറയട്ടോ. അങ്ങനെ അവർ നേരെ കാറിൽ കയറി തിരിച്ചു പോവാണ്. ആ പോകുന്ന സമയത്ത് വിനയൻ പറയാണ്, നമുക്ക് അവളെ കൈവെള്ളയിൽ കെട്ടിയിട്ട് നമുക്ക് അവളെ പിടിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ദാസാർ പറയാണ്, അവർ മിക്കവാറും വള്ളത്തിൽ തന്നെ ആയിരിക്കും ഇങ്ങോട്ടും വന്നത്, അതുകൊണ്ടായിരിക്കും അണ്ണൻ അവരെ കാണാതിരുന്നത്, തിരിച്ച് രക്ഷപ്പെട്ടതും അതിൽ തന്നെയല്ലേ എന്ന് പറയും. ഉപമ പറയാണ്, അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളെ എനിക്കറിയാം, അവൻ്റെ പേര് മുരുകൻ എന്നാണെന്ന് പറയട്ടോ. അപ്പോൾ വിനയൻ ചോദിക്കുകയാണ്, എങ്ങനെയാണ് അറിയുക എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തട്ടിപ്പറിക്കാൻ വേണ്ടി ഇന്ദ്രേട്ടൻ്റെ അമ്മയും ഹർഷയും കൂടി ഒരു കൊട്ടേഷൻ കൊടുത്തിരുന്നില്ലേ, അവനാണ് അത്, അവനെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. പറയണേ, ജീവൻ രാജിൻ്റെ കൂടെയുള്ള ആസിഫില്ലേ, അവനൊരു ഗുണ്ടാ സംഘത്തിലുള്ളവനായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പാട് കൂടിയിട്ടായിരിക്കും ഈ വിവാഹം നടത്താൻ വേണ്ടി ആസിഫ് വിളിച്ചതാവും അവരേനെയൊക്കെ. അനുപമ പറയണേ, എൻ്റെ സംശയം ഇത് ഇന്ദ്രേട്ടൻ്റെ അമ്മ കൂടി അറിഞ്ഞുകൊണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്, അതുകൊണ്ടായിരിക്കും ഇന്ദ്രേട്ടൻ വന്ന സമയത്ത് മഞ്ചാടിയെക്കുറിച്ച് ചോദിച്ചറിഞ്ഞത് എന്ന് പറയട്ടോ. അപ്പോൾ വിനയനും ശബരിയും പറയണേ, അതിന് സാധ്യതയില്ല, ഒരിക്കലും ഇന്ദ്രനും ഇന്ദ്രൻ്റെ അമ്മയ്ക്കും ഇത് അറിയാൻ സാധ്യതയില്ല, ഇനി ഒരു പക്ഷേ ഇനിയാണ് അവരറിയാൻ പോകുന്നത്
പോകുന്നത്. മുരുകൻ ഇനി സുശീലാൻ്റിയെ കണ്ട ശേഷം ഇക്കാര്യം പറയാതിരിക്കില്ല. അങ്ങനെയാവും ഇനിയിപ്പോൾ അവരറിയാൻ വേണ്ടി പോകുന്നത്. ദാസാറ് പറയാണ് അത് ശരിയാണ്, ഇനിയാവും മുരുകൻ സുശീലയെ കണ്ട് ഇക്കാര്യം പറയാൻ പോകുന്നത്. പിന്നീട് ജീവൻ രാജും മഞ്ചാടിയും വീട്ടിലെത്തിയ ശേഷം സൂസമ്മയും ഓനച്ചനും കൂടി അവർക്ക് മധുരവും പാലും ഒക്കെ കൊടുക്കാൻ കേട്ടോ. എന്നിട്ട് അവരെ കൊണ്ട് കുടിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് പറയാണ് നിങ്ങൾ ഇനിയിപ്പോൾ ഈ തുരത്തിലുള്ള എല്ലാവരും അംഗീകരിച്ച വിവാഹം തന്നെയാണ്, നിങ്ങളിപ്പോൾ ഭാര്യയും ഭർത്താവുമായിട്ട് ഇവിടെ തന്നെ ജീവിക്കാമെന്ന് പറയട്ടോ. അപ്പോൾ മോനിച്ചൻ പറയണ അതല്ല സൂസമ്മ, ഇവരുടെയൊക്കെ വിശ്വാസപ്രകാരം താലി കഴുത്തിൽ കെട്ടിയാലല്ലേ ഭാര്യയും ഭർത്താവുമായിട്ട് ഇവരൊക്കെ അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ടായിരിക്കും ഇത്ര വിഷമത്തിൽ ഇവർ രണ്ടുപേരും ഇരിക്കുന്നത്. പിന്നെ ഏത് കോടതിയിലും ഒരു പെണ്ണ് താലിമാല എടുത്ത് കാണിച്ചു കൊടുത്താൽ അതിന് ഒരു തെളിവ് തന്നെയാണ്. ഇപ്പോൾ അമ്പലത്തിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടന്നെങ്കിലും കൂടിയിട്ട് അവിടെ നിന്നും വിവാഹം നടത്തിയ കടലാസ് കിട്ടിയില്ലല്ലോ. എങ്കിൽ ആ ഒരു കടലാസ് വെച്ച് നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാമായിരുന്നു. ഇതിപ്പോൾ അതും നടന്നില്ലല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ജീവൻ പറയണ ഇങ്ങനെ ഒരു വിവാഹം നടന്നാലും കൂടിയിട്ട് മഞ്ചാടിയുടെ വീട്ടുകാരും ആരും തന്നെയും ഈ വിവാഹം നടന്നതായി അംഗീകരിക്കില്ല. ഒരു മാല ഇട്ടു എന്നല്ലേ അവരൊക്കെ പറയുകയുള്ളൂ എന്ന് പറയട്ടോ. അപ്പോൾ മോനച്ചൻ പറയണേ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് വേറൊരു അമ്പലത്തിൽ പോയി താലി കെട്ടി ചടങ്ങ് നടത്താമെന്ന് പറയട്ടെ. അപ്പോഴത്തേക്കും മുരുകനും സഹായും അവിടേക്ക് വരികയാണ്. എന്നിട്ട് എന്തായി, അവർ നിന്നെ ഉപദ്രവിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഉപദ്രവിക്കുമായിരുന്നു, അപ്പോഴത്തേക്കും ഞങ്ങൾ രക്ഷപ്പെട്ടു, ഇനിയിപ്പോൾ അവർ വെറുതെ ഇരിക്കാനൊന്നും സാധ്യതയില്ല, പോലീസ് കേസ് ആക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയട്ടോ. അപ്പോൾ മോനച്ചൻ പറയണ് എന്ത് പോലീസായാലും ശരി ഈ തുരത്തിൽ വന്ന് ഇവരെ രണ്ടുപേരെയും പിടിച്ചോണ്ട് പോവാൻ അവരെ കൊണ്ട് കഴിയില്ല, ഈ മോനിച്ചൻ തരുന്ന വാക്കാണെന്ന് പറയണം. അപ്പോൾ ജീവൻ ചോദിക്കാണ് അല്ല ആസിഫ് വിളിച്ചിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ആസിഫ് വിളിച്ചിരുന്നു ആ ബഹളത്തിനിടെ, പക്ഷേ ഫോൺ എടുക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഞാൻ വരുന്ന വഴിയിൽ ഫോൺ എടുത്തു, അപ്പോൾ ആസിഫിൻ്റെ ഉമ്മാടെ ഓപ്പറേഷൻ ആയിരുന്നു ഇന്ന്, അതുകൊണ്ടാണ് ആസിഫ് വരാതിരുന്നത്. അപ്പോൾ ജീവൻ പറയണ അല്ല ഇങ്ങനെയൊക്കെ നടന്നത് ആസിഫിനോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴൊന്നും അവനോട് ഇത് പറഞ്ഞിട്ടില്ല, ഇനിയിപ്പോൾ പിന്നീട് വിളിച്ച് പറയാമെന്ന് പറയട്ടോ. അപ്പോൾ ജീവൻ പറയണ അവനിപ്പോൾ ഇതൊന്നും അറിയേണ്ട, അവനും ടെൻഷൻ ആവും, അതുകൊണ്ട് വേറെന്തെങ്കിലും വഴി നോക്കാം എന്ന് പറയട്ടോ. അപ്പോൾ ജീവൻ മഞ്ചാടിയുടെ മുന്നിൽ വെച്ച് പറയുന്നുണ്ട് രജിസ്റ്റർ ഓഫീസിൽ വെച്ച് രജിസ്റ്റർ മാരേജ് ചെയ്യാൻ വേണ്ടി നിന്നു, അതും നടന്നില്ല. ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് താലി കെട്ടാൻ വേണ്ടി നോക്കി, അതും നടന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ മഞ്ചാടി പറയണ ജീവൻ നമുക്കുള്ള തടസ്സങ്ങളൊന്നും ഇപ്പോഴും നീങ്ങിയിട്ടില്ല, അതിന് കുറച്ചുകൂടി സമയമുണ്ടാകും, അതുവരെ നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറയട്ടോ. പിന്നീട് ഇന്ദ്രനും സുശീലയും ഹർഷയും രവിയും കൂടി സംസാരിക്കുകയാണ്. ഇന്ദ്രനോട് അനുപമ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് എത്രയും പെട്ടെന്ന് കടയിൽ നിന്നും ഒഴിവാവണം എന്ന് അനുപമ പറഞ്ഞതിനെ കുറിച്ച് കേട്ടപ്പോൾ സുശീല പൊട്ടിത്തെറിച്ചോട് പറയണേ ഇവൻ നാണമില്ലാതെ അവളുടെ വീട്ടിലേക്ക് പോയത് കൊണ്ടല്ലേ ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവൾ പറഞ്ഞത്, അവൾ അത് മറന്നു കിടക്കുകയായിരുന്നു, ഇവൻ എന്തിനാണ് അവിടേക്ക് പോവാൻ വേണ്ടി നിന്നത് എന്ന് പറഞ്ഞ് സുശീല ചാടിത്തുള്ളിയും കൊണ്ട് ഇന്ദ്രനോട് സംസാരിക്കുമ്പോൾ ഇന്ദ്രൻ പറയണേ അമ്മ പറയുന്നത് പോലെയൊന്നുമല്ല, ഞാൻ അവിടേക്ക് പോയത് അനുപമയെ കണ്ട് ആ വീഡിയോയുടെ കാര്യത്തെക്കുറിച്ച് പറയാനാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല ആ വീഡിയോ അയച്ചു തന്നത് അമ്മ എന്ന് പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ സുശീല പറയാണ് എന്നിട്ടിപ്പോൾ നീ അവിടെ പോയി നിന്റെ നിരപരാധിത്വം തെളിയിച്ചിട്ട് അവളിപ്പോൾ അത് അംഗീകരിച്ചില്ലല്ലോ, നീ വെറുതെ അവിടേക്ക് പോവേണ്ട ഒരു ആവശ്യവുമില്ല എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കുറ്റപ്പെടുത്തി സംസാരിക്കാട്ടോ. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ അനുപമയ്ക്ക് ആ കട വിട്ടുകൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ സുശീല പറയണേ എന്തിനവൾക്ക് ആ കട വിട്ടുകൊടുക്കണം, അന്ന് അനുപമയുടെ പേരിൽ 25 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് ദാസാറ് ആ ബിൽഡിംഗ് വാങ്ങിയത്, ഇപ്പോൾ അതിൽ കോടികളായിട്ടുണ്ടാവും, ഇപ്പോൾ അതൊക്കെ കണ്ണു വെച്ചിട്ട് തന്നെയാണ് അവൾ ഇപ്പോൾ ആ കട ചോദിക്കുന്നത് എന്ന് പറയട്ടോ. അപ്പോൾ രവി പറയണ അല്ല ആ കട മാത്രമല്ലേ അനുപമയുടെ പേരിലുള്ളൂ, അതിലെ ഉള്ളിലെ സാധനങ്ങളും മറ്റും അത് ഇന്ദ്രൻ്റേത് തന്നെയല്ലേ, പിന്നെ ആ കട വിട്ടുകൊടുത്താൽ പിന്നെ ഇന്ദ്ര നീ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കും. ഹർഷ പറയണ അതിന് ആ കട അനുപമയ്ക്ക് വിട്ടുകൊടുക്കൊന്നും വേണ്ട, അനുപമയ്ക്ക് എത്രയാണ് പൈസ എന്ന് വെച്ചാൽ അതങ്ങ് കൊടുത്താൽ പോരെ എന്ന് ചോദിക്കാട്ടോ. ഇത്രയും കാലം അത് ഇന്ദ്രൻ തന്നെയല്ലേ നോക്കി നടത്തിയത്, അതുകൊണ്ട് കേസാക്കി കഴിഞ്ഞാലും ഇന്ദ്രന് തന്നെ ആ കട കിട്ടാനാണ് സാധ്യതയുള്ളൂ എന്ന് പറയുമ്പോൾ രവി പറയണേ അതിനൊന്നും ഒരു സാധ്യതയുമില്ല, കേസാക്കി കഴിഞ്ഞാൽ ആ കട ചിലപ്പോൾ രണ്ടുപേർക്കും കിട്ടാതെ പോവും, മാസങ്ങളോളം വർഷങ്ങളോളം അത് പൂട്ടിക്കെടുക്കേണ്ടി വരും കേസ് തീർപ്പാകുന്നത് വരെ, അഥവാ ഇനി കേസിൽ അനുകൂലമായിട്ട് വരുന്നത് അനുപമയ്ക്ക് തന്നെ ആയിരിക്കും, ഇന്ദ്രൻ അപ്പോൾ ആ കട കിട്ടാനും പോകുന്നില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇന്ദ്രൻ പറയണേ ഞാൻ അതിന് കേസിനും കാര്യത്തിനൊന്നും ഞാനില്ല, അനുപമ തന്നെ ആ കട നോക്കി നടത്തിക്കോട്ടെ എന്ന് പറയുമ്പോൾ സുശീല പറയണ ഒരു പെണ്ണായ അവൾ എങ്ങനെയാണ് ആ കട നോക്കി നടത്തുക, അതൊന്നും ശരിയാവില്ല, അവൾ അത് മറിച്ച് വിൽക്കാനാണ് സാധ്യതയുള്ളൂ എന്ന് അപ്പോൾ ഹർഷ പറയട്ടോ. അങ്ങനെയാണെങ്കിൽ അവൾ മറിച്ച് വിൽക്കുന്ന സമയത്ത് ആ കട അത് ഇന്ദ്രന് തന്നെ അങ്ങ് വാങ്ങിയാൽ പോരെ എന്ന് ഹർഷ ചോദിക്കുമ്പോൾ ശരിയാണല്ലോ എന്നുള്ള ഭാവത്തിൽ നിൽക്കട്ടോ. അപ്പോൾ രവി പറയണം അല്ല ഇന്ദ്ര നിനക്ക് ആ കടയിലെ സാധനങ്ങളൊക്കെ എടുത്ത് മറ്റൊരു കടയിലേക്ക് മാറിയാൽ പോരെ എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും ശരിയാവില്ല, അവിടെ ഇനി ഒഴിവുള്ള ഒരു കടമുറിയൊന്നും കിട്ടാനുമില്ല, അതുകൊണ്ട്
അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഞാൻ എന്തായാലും അനുപമയ്ക്ക് തന്നെ ആ കട വിട്ടുകൊടുക്കാൻ ഞാൻ തീരുമാനിച്ചു എന്ന് പറയട്ടോ. അത് കേൾക്കുമ്പോൾ ഹർഷയ്ക്കും സുശീലയ്ക്കും ഒന്നും അത്രയ്ക്ക് പിടിക്കുന്നില്ല. ഇനി മുരുകൻ വഴി സുശീല മഞ്ചാടിയുടെ വിവാഹത്തെക്കുറിച്ച് അറിയട്ടോ. ജീവൻ രാജും മഞ്ചാടിയും കൂടി അമ്പലത്തിൽ വെച്ച് മലയിട്ട വിവരം അറിയട്ടോ. ഇനി സുശീലയ്ക്ക് അടുത്ത ഒരു വെടിക്കെട്ടിനുള്ള ഒരു സംഭവമാണ് ഇനി കിട്ടാൻ പോകുന്നത്. അങ്ങനെ ഇനി മാഷിനോട് ഇക്കാര്യം സുശീല പറയട്ടോ. അതോടുകൂടി മാഷ് അങ്ങ് തകർന്നു പോവാണ്. ഒരിക്കലും മഞ്ചാടിയുടെ ഭാഗത്തു നിന്നും ഇങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് മാഷ് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ മാഷ് ഇക്കാര്യം അറിഞ്ഞാൽ ഇനി എല്ലാവരോടും ചോദിക്കും കേട്ടോ. അനുപമയോടൊക്കെ ചോദിക്കും. ആ സമയത്ത് അനുപമയൊക്കെ പറയൂട്ടോ. അപ്പോഴാണ് മാഷ് പറയാ, നിങ്ങൾ എന്തുകൊണ്ട് മഞ്ചാടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് എന്നെ അറിയിച്ചില്ല എന്ന് വിഷമത്തോടു കൂടി അവരുടെയൊക്കെ മുന്നിൽ വെച്ച് ചോദിക്കുന്നുണ്ട്.